ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 5. കർമ്മയോഗം. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 16, പേജ് നമ്പർ 305. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. പദാനുപദം. യേഷാം തു യാതൊരുവർക്കാകട്ടെ, തത് ആ അജ്ഞാനം അജ്ഞാനം, ആത്മനഃ ജീവസത്തയുടെ, ജ്ഞാനേന ജ്ഞാനത്താൽ, നാശിതം നശിക്കപ്പെട്ടിരിക്കുന്നുവോ, തേഷാം അവർക്ക്, തത്പരം കൃഷ്ണാവബോധമാകുന്ന ജ്ഞാനം ജ്ഞാനം, ആദിത്യവത് ഉദയസൂര്യനെ പോലെ, പ്രകാശയതി പ്രകാശിക്കുന്നു. വിവർത്തനം. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാവുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. കൃഷ്ണനെ മറന്നവർ തീർച്ചയായും പരിഭ്രാന്തരാവുക തന്നെ ചെയ്യും. കൃഷ്ണാവബോധമുള്ളവർക്ക് പരിഭ്രാന്തിയേ ഇല്ല. ഭഗവത്ഗീതയിൽ ഇപ്രകാരം പ്രതിപാദിക്കുന്നു: സർവം ജ്ഞാനപ്ലവേന ജ്ഞാനാഗ്നി സർവകർമാണി നഹി ജ്ഞാനേന സദൃശം. സർവമാനിതമാണ് ജ്ഞാനം. ആ ജ്ഞാനം എന്താണ്? ഒരാൾ സ്വയം കൃഷ്ണന് സമർപ്പിതനാകുമ്പോഴാണ് പരിപൂർണ ജ്ഞാനം ഉദിക്കുന്നത്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ എന്ന് ഭഗവത്ഗീത 7:19 പറയുന്നു. അനേകം ജന്മങ്ങൾക്കു ശേഷം പരിപൂർണ ജ്ഞാനം നേടിയ ജീവൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാകുമ്പോൾ അഥവാ കൃഷ്ണാവബോധമുദിക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ സർവവും പ്രകാശിതമായി തീരും. ജീവാത്മാവ് പലതരത്തിലും പരിഭ്രാന്തനാണ്. ഉദാഹരണമായി, താൻ തന്നെയാണ് സർവേശ്വരനെന്ന് ചിന്തിക്കുമ്പോൾ ജീവൻ അജ്ഞാനത്തിൻ്റെ അവസാനത്തെ കെണിയിലാണ് വീഴുന്നത്. ജീവാത്മാവ് ഈശ്വരനാണെങ്കിൽ അയാൾ എങ്ങനെ അജ്ഞാനത്തിൻ്റെ വ്യാമോഹത്തിൽപ്പെടും? ഈശ്വരൻ അജ്ഞാനവ്യ മുഗ്ധനാവുകയോ? എങ്കിൽ
അജ്ഞാനം അഥവാ ചെകുത്താൻ ഈശ്വരനേക്കാൾ ഉത്കൃഷ്ടനാണെന്നു വരും. പരിപൂർണമായും കൃഷ്ണാവബോധം കൈവന്ന ഒരാളിൽ നിന്നേ യഥാർത്ഥ ജ്ഞാനം ലഭ്യമാവൂ. അങ്ങനെയുള്ള വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ആചാര്യനെ അന്വേഷിച്ചു കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് കൃഷ്ണാവബോധമെന്തെന്ന് പഠിച്ചറിയണം. സൂര്യന് ഇരുട്ടിനെ എന്ന പോലെ അജ്ഞാനത്തെ നിശ്ചയമായും ദൂരീകരിക്കാൻ കൃഷ്ണാവബോധത്തിനേ കഴിയൂ. താൻ ഈ ശരീരമല്ല എന്നും അതിനതീതമാണെന്നും പൂർണ്ണമായി മനസ്സിലാക്കിയാലും ജീവാത്മാ പരമാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം ഒരാൾക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്നു വരാം. സമ്പൂർണനും വിശ്വാസ്യനും കൃഷ്ണാവബോധമുള്ളവനുമായ ആധ്യാത്മിക ഗുരുവിനെ അഭയം പ്രാപിച്ചാൽ അയാൾക്ക് എല്ലാം നന്നായി അറിയാൻ കഴിയും. ഈശ്വരൻ്റെ ഒരു പ്രതിനിധിയെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈശ്വരനെയും ഈശ്വരനുമായുള്ള തൻ്റെ ബന്ധത്തെയും കുറിച്ച് അറിയാൻ കഴിയുന്നുള്ളൂ. ഈശ്വരന് ലഭിക്കുന്ന ആദരങ്ങൾ എല്ലാം ലഭിക്കുന്നുവെങ്കിലും ഈശ്വരൻ്റെ ഒരു പ്രതിനിധി ഒരിക്കലും താൻ ഈശ്വരനാണെന്ന് അവകാശപ്പെടാറില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ഈശ്വരനെക്കുറിച്ച് അറിയാം. ഈശ്വരനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് ഗ്രഹിക്കേണ്ടതാവശ്യമാണ്. ഓരോ ജീവനും ഓരോ വ്യക്തിയാണ്. ഭഗവാനും വ്യക്തിയാണ്. അവരെല്ലാം പണ്ടും വ്യക്തികളായിരുന്നു, ഇപ്പോൾ വ്യക്തികളാണ്. മേലിൽ മുക്തിക്ക് ശേഷവും അങ്ങനെ തുടരുകയും ചെയ്യുമെന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. 2:12. രാത്രിയിലെ കൂരിരുട്ടിൽ എല്ലാ വസ്തുക്കളും ഒന്നായി കാണപ്പെടുന്നു. പകൽ സൂര്യനുദിക്കുമ്പോഴാണ് ഓരോന്നും യഥാർത്ഥ രൂപത്തിൽ കാണപ്പെടുന്നത്. തനിക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വ്യക്തിത്വമുണ്ടെന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥ ജ്ഞാനം. ഹരേ കൃഷ്ണ.